Hello, guys. Welcome to my YouTube channel, Rom Her Life. അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. ഓക്കെ, അപ്പൊ അൺബോക്സിങ്ങിന് മുമ്പ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യമായിട്ട് എന്നെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ലിജി എന്നാണ്, ലിജി ജോൺ എന്നാണ്. ഞാൻ ജർമ്മനിയിൽ സെറ്റിൽ ആയിട്ടുള്ള ഒരു മലയാളിയാണ്. നാട്ടിൽ എൻ്റെ വീട് പത്തനംതിട്ടയിലാണ്. എനിക്ക് ഹസ്ബൻഡുണ്ട്, 2 കുട്ടികളുമുണ്ട്. എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നു, നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരൻ സ്വിറ്റ്സർലാൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എനിക്ക് 2 മക്കളാണുള്ളത്. ഒരു മോന് 6 വയസ്സാകാൻ പോകുന്നു, ഒരു കുഞ്ഞു മോളുണ്ട്, അവൾക്ക് 1 വയസ്സായി. അപ്പൊ ഇതാണ് എൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. കറന്റ്ലി ഞാൻ ഹൗസ് വൈഫാണ്, ബിക്കോസ് എനിക്ക് കുട്ടികളെ നോക്കേണ്ടതുണ്ട്. അപ്പം ഇതൊക്കെയാണ് എന്നെ പറ്റിയിട്ടുള്ള വിശേഷം. പിന്നെ എൻ്റെ യൂട്യൂബ് ജേർണി എങ്ങനെയുള്ളതാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ എൻ്റെ യൂട്യൂബ് ജേർണി എന്ന് പറയുന്നത് 2018 ഞാൻ എൻ്റെ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അത് ഞാൻ വെറുതെ യൂട്യൂബ് വീഡിയോസ് ഇടുക, അങ്ങനെ അങ്ങനെ ഞാൻ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെമ്പർ അല്ല. ഞാൻ വല്ലപ്പോഴും ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോസ് മിസ്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വല്ലപ്പോഴും ഐ തിങ്ക് ഞാൻ 2018 തൊട്ട് കഴിഞ്ഞ മാസം വരെ ഏകദേശം ഒരു 2 or 3 വീഡിയോസ് മാത്രമേ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടാവുള്ളൂ. അതിനുശേഷമാണ് ഞാൻ കഴിഞ്ഞ മാസം തൊട്ടാണ് ഞാൻ യൂട്യൂബിൽ ആക്റ്റീവ് ആയത്. അപ്പൊ ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്തു, എന്തായാലും യൂട്യൂബിൽ എന്താണ്, അപ്പൊ എൻ്റെ മോനാണെങ്കിൽ ഇങ്ങനെ യൂട്യൂബ് ഒക്കെ കണ്ടിട്ട് അവൻ ഇങ്ങനെ പറയും, എനിക്ക് ഗോൾഡൻ പ്ലേ ബട്ടൺ വേണം. അതൊന്നും നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടല്ല കേട്ടോ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ അവന്റെ ആഗ്രഹത്തിന് ഞാൻ അവന്റെ കൂടെ ഒരു ഡാൻസ് കളിച്ച് ഞാൻ അങ്ങനെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആ ഡാൻസ് കളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു. എന്നാൽ നിനക്ക് ഇനി യൂട്യൂബിലേക്ക് ഒന്ന് ട്രൈ ചെയ്തുകൂടെ, അങ്ങനെ എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, എന്നാ നമുക്കൊന്ന് ആക്റ്റീവായിട്ട് നോക്കാം, വീഡിയോസ് ഒക്കെ ഇട്ട് നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഒരു 1500 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയതിനു ശേഷം ഇനി എന്തെങ്കിലും ഒരു സാധനം ഇപ്പൊ തൽക്കാലം നമ്മൾ ഫോണിലൊക്കെ ചെയ്യാം. അതിനുശേഷം എന്തെങ്കിലും ഒരു പുതിയ ക്യാമറയോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ, അപ്പൊ ഞാൻ ഇന്നത്തെ അൺബോക്സിങ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഒരു ക്യാമറയാണ് കേട്ടോ. അപ്പം ഒരു 1500 ഒക്കെ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇരുന്നു. അപ്പം എൻ്റെ ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 year to 6 months ഒക്കെ എടുക്കും 1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവാൻ. നോർമലി അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ ഇത്രയും ടൈം പീരീഡ് ഉണ്ടല്ലോ, അതിനുശേഷം നമുക്ക് ക്യാമറയെ പറ്റിയൊക്കെ ചിന്തിക്കാം. അപ്പൊ സഡൻലി ആണ് 1 month കൊണ്ട് സഡൻലി ആണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്ന് ഒരു ചെറിയ ഗ്രോത്ത് എൻ്റെ ചാനലിൽ വന്നത്. അപ്പം ഇങ്ങനെ ഗ്രോത്ത് വരുമ്പം നമ്മളുടെ ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലല്ലോ. എന്നെ വിശ്വസിച്ച് എൻ്റെ അടുത്തേക്ക് വന്ന ആൾക്കാർക്ക് ഞാൻ ഒരുപാട് നല്ല ക്വാളിറ്റിയിൽ നമ്മൾക്ക് മീൻസ് എന്താ, നമ്മൾ വീഡിയോ ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു മനസ്സിലൊരു ചിന്ത വന്നുകൊണ്ടാണ് ഞാൻ ഈ ക്യാമറ വാങ്ങാൻ തന്നെ പ്ലാൻ ചെയ്തത്. അപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ 1 month കൊണ്ട് തന്നെ ഒരു 2000 സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പൊ ഞങ്ങൾ ഒട്ടും വൈകിയില്ല, അങ്ങനെ ഞാനൊരു ക്യാമറ ഓർഡർ ചെയ്തു. അപ്പൊ ഇതാണ് എൻ്റെ ഇന്നത്തെ അൺബോക്സിങ്ങിന്റെ ഒരു കുഞ്ഞു സ്റ്റോറി. പക്ഷെ എനിക്ക് ഒരുപാട് ആൾക്കാരോട് ഇതിന് നന്ദി പറയാനുണ്ട് കേട്ടോ. ആദ്യം തന്നെ കർത്താവിനോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. അതിനുശേഷം മാതാവിനോട് എനിക്ക് നന്ദി പറയാനുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ നന്ദി പറയണം. പിന്നെ എൻ്റെ മക്കള്, അവരെ സപ്പോർട്ട് ചെയ്യാണ്ട് നമുക്കൊന്നും പറ്റില്ലല്ലോ. 2 കുഞ്ഞു മക്കളാണ്. അപ്പം അവര് നമ്മളുടെ കൂടെ കോപ്പറേറ്റ് ചെയ്തില്ലേ നമുക്ക് ഒരു വീഡിയോയും എടുക്കാൻ പറ്റില്ല. അപ്പം മക്കൾ എന്നെ ഹെൽപ്പ് ചെയ്തത് കൊണ്ടും എല്ലാം കൊണ്ടുമാണ് നമ്മളിവിടെ വരെ വീഡിയോ എടുത്തെത്തിയത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു ഗുഡ് ഫ്രണ്ട്, ബെറ്റി എന്നാണ് അവളുടെ പേര്. അവളാണ് എന്നെ എങ്ങനെയാണ് യൂട്യൂബിലേക്ക് വരേണ്ടിയെന്നും എന്തൊക്കെയാണ് ഞാൻ യൂട്യൂബിൽ ചെയ്യേണ്ടതെന്നും പിന്നെ ഒരുപാട് മോട്ടിവേഷനും സപ്പോർട്ടും ഒക്കെ തന്ന് എൻ്റെ കൂടെ നിന്നത് എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ബെറ്റിയാണ്. അവൾക്കും ഉണ്ട് കേട്ടോ ഒരു യൂട്യൂബ് ചാനൽ, ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യണം അവളുടെ ചാനലിൽ. അപ്പൊ അവളുടെ ചാനലിന്റെ പേര് കുറുമ്പി എന്നാണ്. അപ്പം എൻ്റെ ബെറ്റി കുട്ടിയോടും എനിക്കൊരു നന്ദി പറയാനുണ്ട്. അപ്പം പിന്നെ എൻ്റെ പാരൻസും ഓഫ് കോഴ്സ്, അവരില്ലാണ്ട് ഞാൻ ഉണ്ടാവില്ല. അപ്പം അവരോടും എനിക്കൊരു താങ്ക്സ് പറയാനുണ്ട്. പിന്നെ ഈ 2000 സബ്സ്ക്രൈബേഴ്സ്, ഇവര് എൻ്റെ ഫാമിലിയിൽ വന്ന് ജോയിൻ ചെയ്യാതെ ഒരിക്കലും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഈ വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങളോടും എൻ്റെ താങ്ക്സ് ഞാൻ പറയുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളുടെ അൺബോക്സിങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ക്യാമറ എന്ന് പറഞ്ഞത്
ഇന്നലെ എൻ്റെ പാക്കേജ് വന്നു. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ ഇവൻ നമ്മളുടെ കൂടെ, നമ്മളുടെ ജേർണിയിൽ, നമ്മളുടെ വീഡിയോയ്ക്ക് എപ്പോഴും ഇവൻ കൂടെ ഉണ്ടാകും. ഇനി ഇവനാണ് നമ്മളുടെ കമ്പാനി. അപ്പൊ ഏതാണ് ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ DJI Osmo Pocket 3. ഓക്കെ, അതിന്റെ ക്രിയേറ്റർ കോംബോ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പം ക്രിയേറ്റർ കോംബോയിൽ കുറച്ച് എക്സ്ട്രാ തിങ്സ് വരും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് വാങ്ങിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ളത് വാങ്ങാം, ഓൺലി ക്യാമറയും പിന്നെ അതിന്റെ കുറച്ച് സാധനങ്ങൾ മാത്രമേ കിട്ടൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ക്രിയേറ്റർ കോംബോ തന്നെ സെലക്ട് ചെയ്തത്. ഏകദേശം ഒരു 600 യൂറോ, നാട്ടിലെ ഒരു 60,000 രൂപയുടെ അടുത്ത് ഇത് കോസ്റ്റ് ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തായിരുന്നു, ഇതിന്റെ കവർ, ഇതിന്റെ അകത്തുള്ള ക്യാമറയുടെ കവറൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നോക്കിയില്ല. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഇത് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾക്ക് പാക്കേജ് ഇങ്ങനെ വെച്ചിട്ട് ഒരു ബാഗാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ബാഗിന്റെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ബാഗിന്റെ അകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന്. സിബ് ഇങ്ങനെ ഓപ്പൺ ആക്കി നമ്മൾ ആദ്യം തന്നെ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതാണ് നമ്മളുടെ ക്യാമറ. അപ്പൊ നമ്മളുടെ ക്യാമറ നോക്ക്, എൻ്റെ ഹാൻഡിന്റെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മളുടെ ഓസ്മോ പോക്കറ്റ് 3 എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറ, ആകെ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് അതിന്റെ ഒരു പൗച്ചിലുണ്ടായിരുന്ന സാധനം. അപ്പം ഇത് നമ്മൾ ഇവിടെ മാറ്റി വെക്കാം. പിന്നെ ഇതിലൊരു മൈക്ക് ഉണ്ട് കണ്ടോ, DJIയുടെ ഒരു മൈക്ക് ഉണ്ട്. മൈക്കിന്റെ കൂടെ എനിക്കൊരു ഒരു മാഗ്നറ്റും, കാരണം ഈ നമ്മളുടെ ഷട്ടിലൊക്കെ ഇങ്ങനെ മൈക്ക് വെച്ചതിന് ശേഷം കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, മൈക്ക് ഇങ്ങനെ ഹാങ് ചെയ്തോ അല്ലെങ്കിൽ നമ്മളുടെ ഉടുപ്പിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് സേഫ് ആയിട്ട് ഇവിടെ ഇരിക്കും. അപ്പൊ നമുക്ക് ഇതാണ്. അപ്പം ഇത് രണ്ടും ഇപ്പൊ നമ്മൾ കണ്ടു. ഇനി ഇപ്പൊ എന്താണെന്ന് നോക്കാം. ഇനി ഒരു ട്രൈപോഡ് ഉണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ട്രൈപോഡ്. പിന്നെന്ന് പറയുന്നത് ഒരു ചാർജിങ് ഹാൻഡിൽ. ഇതിന് ഇത്രയല്ല ഉള്ളൂ ലെങ്ത്. അപ്പൊ ഇതിന് ഇച്ചിരി ലെങ്ത് കൂട്ടി കിട്ടാനും പിന്നെ ചാർജ് ചെയ്യാനും ഇനി മൾട്ടി പർപ്പസ് ആണ്. അപ്പൊ ഇങ്ങനെ അതിന്റെ ഒരു ലുക്ക് വരുന്നത്. അതിന് ശരി, ഇതും അതിന്റെ പാക്കറ്റിലുള്ളതാ. അതിനുശേഷം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും ഇതിന്റെ ഒരു ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ കയറ്റി അങ്ങനെ വെച്ചിട്ട് നമുക്ക് അപ്പൊ ഇതിന്റെ ലെങ്ത് കൂടി കിട്ടും. ഇതൊരു കുഞ്ഞു ക്യാമറ ആയതുകൊണ്ട് നമ്മൾ കയ്യിൽ നിന്ന് വിട്ടുപോകാതെ നമുക്ക് ഒരു ഇച്ചിരി ലെങ്തി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇതിന്റെ അകത്ത് നമുക്ക് ട്രൈപോഡ് വേണമെങ്കിൽ കണക്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ വെച്ച് നമുക്ക് വീഡിയോ സെറ്റ് ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും സാധനങ്ങള് നമ്മൾ കണ്ടു. ഇനിയും ഉള്ളത് ഇത് കണ്ടോ, ഇതിന്റെ ഒരു ടാഗ് ആണ്. നമുക്ക് ക്യാമറ കണക്ട് ചെയ്ത് ഇനിയിപ്പോ കയ്യിൽ നിന്നൊന്നും തെന്നി സ്ലിപ്പായിട്ട് താഴെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാമറയ്ക്ക് ഒരു ടാഗ് ഉണ്ട്. ഇത് പിന്നെ ഒരു മൈക്കിന് നമ്മൾക്കൊരു വിൻഷീൽഡ് ഉണ്ട്. ഇപ്പൊ സപ്പോസ് കാറ്റൊക്കെ വന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ ഒരു വിൻഷീൽഡ് ഉണ്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ ഒന്ന് വൈഡായിട്ട് കാണുന്ന ഒരു ലെൻസും കൂടെ ഉണ്ട്. അത് നമ്മളുടെ ക്യാമറയുടെ ലെൻസിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഇച്ചിരി വൈഡായിട്ടുള്ള ഇത് കിട്ടും. പിന്നെ ഒരു ചാർജർ. അതിനുശേഷം നമ്മളുടെ പാക്കേജിൽ ഒരു പാക്കറ്റും കൂടെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇത്രയും പ്രോഡക്ട്സേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അടുത്ത ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നമ്മളുടെ ക്യാമറ. ഇപ്പം ഈ ലെൻസ് കണ്ടില്ലേ, ഈ വൈഡ് ആംഗിൾ ലെൻസ് നമ്മൾക്ക് സൂക്ഷിച്ചു വെക്കാൻ ഇതിലേക്ക് ഒരു മാഗ്നറ്റ് പോലെ അതങ്ങ് അറ്റാച്ച്ഡ് ആയിക്കോളും. അതുപോലെ തന്നെ നമ്മളുടെ ക്യാമറ സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് നമ്മൾ ഇതാക്കി കഴിയുമ്പോൾ ഇത് സേഫ് ആയിട്ട് ഒരു പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ. ക്യാമറയുടെ ഒരു കവറാണ്. അപ്പൊ ഇത് ഇങ്ങനെ പ്രൊട്ടക്റ്റീവ് ആയിട്ട് ഇരുന്നോളും. അപ്പം ഇതാണ് നമ്മളുടെ എല്ലാം കൊണ്ടുള്ള ഒരു നല്ലൊരു കുഞ്ഞ് ഒരു പാക്കേജ് ആണ്. അതുപോലെ തന്നെ ഈ ക്യാമറ ഒരു ബിഗിനറിനും നല്ലതാണ്. അതുപോലെ തന്നെ ഷൈ ആയിട്ടുള്ള വ്ളോഗേഴ്സ്, ഞാനൊക്കെ ഒരു ഷൈ ആയിട്ടുള്ള വ്ളോഗേഴ്സ് ആണ്. ഇപ്പൊ സപ്പോസ് ഞാൻ ഇങ്ങനെ ഫോണൊക്കെ വെച്ച് വീഡിയോ എടുക്കുമ്പോൾ ആരെങ്കിലും, സോറി ഗൈസ്, ഇത് കണ്ടോ, ഞങ്ങളുടെ കൂക്കുസുവർ ആണ്. അത് കറക്റ്റ് 3 o'clock ആയി കഴിഞ്ഞപ്പോ അലാറം അടിച്ചതാണ് കേട്ടോ. അപ്പം അതിന് സോറി കേട്ടോ. കുറച്ചു നേരം ഇങ്ങനെ കൂക്കു 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 എന്നൊക്കെ വെക്കും, എന്നിട്ട് അതങ്ങ് ഓഫ് ആയി പോക്കോളും. ഓക്കെ, നിങ്ങളെ ക്ഷമിക്കുക കേട്ടോ. അപ്പം ഈ ഒരു പാക്കേജ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് എല്ലാവരും ഇത് അഫോർഡ് ചെയ്ത്
നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഞാൻ ഇതിന്റെ റിവ്യൂ, ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ അടുത്ത ദിവസം പറയാം. പിന്നെ ഇത് എങ്ങനെ ഓൺ ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പ്രസ് ചെയ്തിട്ട് ഓൺ ആക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്തേ, ഇതുപോലും ഞാൻ ഇളക്കിയിട്ടില്ല, നിങ്ങൾ കണ്ടോ, ഇതാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഇംഗ്ലീഷ് എന്നൊക്കെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഫോണിൽ നമുക്ക് DJ Osmo മീമോ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലും നമുക്ക് കുറെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്യാമറയുടെ ഇത്. പിന്നെ ഹൊറിസോണലായിട്ടും ഇത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും, പിന്നെ വെർട്ടിക്കൽ ആയിട്ടും ഷൂട്ട് ചെയ്യാൻ പറ്റും. വെർട്ടിക്കൽ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്സിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യില്ലേ അത്, പക്ഷെ അതിന് 3K ക്വാളിറ്റീസേ കാണുള്ളൂ. പക്ഷെ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4Kയുടെ ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല ക്യാമറ എന്നാണ് ഞാൻ റിവ്യൂ എന്നൊക്കെ കേട്ടത്. ഇനി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം ബൈ ഗൈസ്. അപ്പം ഇനിയും വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. ഇനി ഇവൻ നമ്മളുടെ കൂടെ കാണും. അപ്പം സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ ഗൈസ്.